ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പുതിയ സബ്ജക്റ്റാണ് നോക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ-കോമേഴ്സ്, അതായത് ഇലക്ട്രോണിക് കോമേഴ്സ്. ഓക്കെ, ഇ-കോമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ മീനിങ് ഓഫ് ഇ-കോമേഴ്സ്, ദെൻ എന്തുകൊണ്ട് വൈ ഇ-കോമേഴ്സ്, ടൈപ്സ് ഓഫ് ഇ-കോമേഴ്സ്, കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? ഇ-കോമേഴ്സ് മീൻസ് ഇലക്ട്രോണിക് കോമേഴ്സ്. അതായത് ഇലക്ട്രോണിക് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊമേഴ്ഷ്യൽ, അതായത് വിപണനം നടത്തുന്നതിനാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മീനിങ് ഓഫ് ഇ-കൊമേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് അണ്ടർടേക്കിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓവർ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എനിത്തിങ് റേഞ്ചിങ് ദ ബേസിക് ഐറ്റംസ് സച്ച് ആസ് ബ്രെഡ്സ് ഓർ സോ. അതായത് നമുക്ക് എന്തും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വഴിയിട്ട് നമുക്ക് സെല് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നിങ്ങളെല്ലാവരും ഇപ്പം ഇ-കൊമേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലെത്തിക്കാൻ പറ്റും. നമ്മളിങ്ങനെ സ്റ്റോർ തേടി നടക്കേണ്ട ആവശ്യമില്ല. ആകെ നമുക്കൊരു ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പ് മാത്രം മതി. അതാണ് ഇപ്പം ഒരുപാട് ഓൺലൈൻ കൊമേഴ്ഷ്യൽ പോർട്ടൽസ് ഉണ്ടല്ലോ, വ്യാപാരം എന്തൊക്കെയാണ്, ആമസോണ്, ഫ്ലിപ്കാർട്ട്, അതേപോലെ തന്നെ അങ്ങനെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് വെബ് പോർട്ടൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും അതുപോലെ വിൽക്കുന്ന സമ്പ്രദായവും ഇല്ലേ ഇപ്പം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട്. ഇതെന്താണ് നമുക്കത് വൈ ഇ-കൊമേഴ്സ്? എന്തിനാണ് നമുക്ക് ഇ-കൊമേഴ്സിൻ്റെ ആവശ്യം? ഇ-കൊമേഴ്സ് നമുക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ഡേ ടു ഡേ ടൈംസ് നമ്മളിപ്പോൾ ബിസി ഷെഡ്യൂളാണ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും. നമുക്കിപ്പോൾ വീട്ടിലിരുന്നിട്ട്, അതായത് നമ്മളിപ്പോൾ എല്ലാവരും വർക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ആണ്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ സ്ത്രീകൾ പോലും. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു ഈസി ആയിട്ട് നമുക്ക് നമ്മളെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മളെ ഒരു വീട്ടിലിരുന്നിട്ടായാലും നമുക്ക് എന്താണ് ആവശ്യം അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തും. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സമയം കളഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനോ ചൂസ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട. നമുക്ക് എപ്പോഴാണോ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അതിലൊരു 5 മിനിറ്റ് 10 മിനിറ്റ് മാറ്റി വെച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്ത് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ഈ ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂളിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ആവശ്യമുള്ളൊരു സാധനമാണ് അല്ലേ? അറ്റ് പ്രസൻറ്റ് ഇഫ് വി ലുക്ക് അറൗണ്ട് അസ്, ദ ബുക്സ് വി റെഡ്, ദ ഡ്രസ് വി വെയർ, എല്ലാ സാധനങ്ങളും, ബുക്സ് ആയാലും ശരി, ഡ്രസ്സ്, ഗ്രോസറി, കോസ്മെറ്റിക്സ്, എന്തും നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇ-കൊമേഴ്സ് എന്ത് തന്നെയാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഇപ്പം അറിയാം, നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്തായാലും ഒരു നീഡായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ് നോക്കുന്നത്. ഒരു 5 ടൈപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്താണ്, B2B, അതായത് ബിസിനസ് ടു ബിസിനസ് മോഡൽ ഓഫ് ഇ-കൊമേഴ്സ്. അതായത് ബിസിനസ് ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിൻ്റെ മോഡൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് ഒരു ഹോൾസെയിൽ ബിസിനസ്, അടുത്ത ഒരു ബിസിനസ്, അതായത് കസ്റ്റമേഴ്സ് അല്ലാതെ നേരിട്ട് ബിസിനസ് ടു ബിസിനസ് ഒരു അതായത് ഇപ്പം ഒരു companies that involved in a supply chain such as manufacturing, selling product to the wholesalers. അതായത് നമുക്ക് ഹോൾസെയിലേഴ്സ്, നേരത്തെ ബിസിനസ് ടു ബിസിനസ് ആണ്, കൺസ്യൂമേഴ്സ് അതിലുണ്ടാവില്ല. ഒരു ഹോൾസെയിലേഴ്സ് ഒരു റീറ്റെയിലറിന്. അപ്പോൾ ഒരു ഹോൾസെയിലർ ഒരു ബിസിനസ്സുകാരനായിരിക്കും, ഒരു റീറ്റെയിലറും എന്തായിരിക്കും, അനദർ ബിസിനസ് ഡീലർ ആയിരിക്കും. അപ്പം ആ ബിസിനസ് ടു ബിസിനസ് ഡീലർക്ക് ട്രാൻസാക്ഷൻസ് സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ B2B ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് the wholesaler selling the product to a retailer
all come together to conduct business with each other using a common portal. അതിന് രണ്ടിനു വേണ്ടി ഒരു കോമൺ പോർട്ടൽ ഉപയോഗിച്ചിട്ട് അവരവരുടെ ബിസിനസ്സിനെ ബിസിനസ് ടു ബിസിനസ്, അതായത് ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലർ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനാണ് B2B ബിസിനസ് ചാനൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മോഡലാണ് B2C. B2C എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ടു കൺസ്യൂമർ, ബിസിനസ്സും കൺസ്യൂമർ, അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ, അതായത് ഒരു ബിസിനസ് കമ്പനി ഉണ്ടാവും, അവർ കൺസ്യൂമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നത്. അതായത് ദിസ് മോഡൽ ഓഫ് ഇ-കൊമേഴ്സ് ഈസ് അണ്ടർസ്റ്റുഡ് to be the process where a company or business seller their goods services directly to the buyer using the internet. അല്ലേ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആ കമ്പനി ഡയറക്റ്റ്ലി നമുക്കാണ് എത്തിച്ചേരുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ് പറയുന്നത്? ബിസിനസ് ടു കസ്റ്റമറാണ്, ബയറും ബിസിനസ്സും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് B2C എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ C2C. C2C പറഞ്ഞാൽ കൺസ്യൂമർ ടു കൺസ്യൂമർ. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, this form of e-commerce is understood to be a model where consumers sell goods, services and products to another consumer using web technology. അതായത് നമ്മൾ OLX ഒക്കെ കണ്ടില്ലേ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ്, നമ്മളൊരു കൺസ്യൂമർ ആയിരിക്കില്ല, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ അനദർ കൺസ്യൂമേഴ്സിന് സെയിൽ ചെയ്യുന്നത്, അതിൽ വേറെ ഡീലിങ്സ്, വേറെ ആരെങ്കിലും ഇടപെടൽ ഇൻ്റർമീഡിയറ്റ് ഉണ്ടോ? ഇല്ലേ. കൺസ്യൂമർ ടു കൺസ്യൂമർ, ഞാനൊരു സാധനം വേറൊരാൾക്ക് കൊടുക്കുന്നത്, നമ്മൾ രണ്ടും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് അതിനൊരു വെബ് പോർട്ടൽ ഉണ്ടായിരിക്കും, അതായത് നമ്മൾ ഈ OLX-ലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ, അത് തന്നെ. അപ്പം കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമർ ഡീലിങ്സ് ആണ് എന്തെന്ന് പറയുന്നത് C2C ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് B2G ആണ് നോക്കുന്നത്. B2G പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പഠിക്കാനുള്ളതിൽ. മെയിൻ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സിൽ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് B2B, B2C, ദെൻ B2G. B2B നോക്കി, C നോക്കി, ഇനി B2G ആണ്. ഇനി അടുത്ത മെയിൻ പോയിന്റ് B2G. B2G പറഞ്ഞാൽ ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ ഓഫ് ഇ-കൊമേഴ്സ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ബിസിനസ് ടു ഗവൺമെൻറ് ആർ ഓൾസോ നോൺ ആസ് ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദ ബിറ്റ്വീൻ. അതായത് this kind of e-commerce refers to a situation where business conduct commerce with government if it is essentially to the part of B2B. അതായത് ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡീലിങ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ത്രൂ പോർട്ടൽസിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് വഴി ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് എന്താണ് നേരിട്ടുള്ള ആക്സസ് ആണ്, ഓൺലൈൻ വഴിയുള്ള വെബ് പോർട്ടൽ വഴിയുള്ള ആക്സസിനെയാണ് നമ്മൾ B2G എന്ന് പറയുന്നത്. അതായത് ഒരു B2B മോഡലാണ്, അതായത് ബിസിനസ് ടു ബിസിനസ് മോഡൽ ആണ് ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ. അതായത് ഗവൺമെൻറ്റിലേക്കുള്ള നമ്മളെ അപ്രോച്ച് ഓൺലൈൻ വഴിയായിട്ടുള്ള ഇതാണ് B2G എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കുള്ളത്. ഓക്കെ, the business network provides a platform to business to build on government opportunities such as auctions, tenders, application. അതായത് നമുക്കിപ്പം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലേലങ്ങൾ, അതായത് ലേലം വിളിക്കുക, ടെൻഡർ വിളിക്കുക. ടെൻഡർ ഒക്കെ ബിസിനസ് ടേംസ് ആണ്. ടെൻഡർ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? B2 ബിസിനസ്സിന് എന്ത് ചെയ്യും? B2G ഓൺലൈൻ വെബ് പോർട്ടൽ വഴി നേരിട്ട് ഓൺലൈൻ വഴി നമുക്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് B2G ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് മോഡലാണ് B2B. മെയിൻ 4 മോഡൽസ് ആണുള്ളത്: B2B, B2C, C2C, B2G. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഒരു ഇ-കൊമേഴ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? കോമൺ ആയിട്ട് നമുക്ക് ഇതിൽ ഇതൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഈസിലി ആക്സസബിൾ ആണ് നമുക്ക്. അതുപോലെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ അല്ലേ. നമുക്ക് ഒരുപാട് സൈറ്റ്സ് ഇപ്പോൾ ഓൺലൈനിൽ കയറുമ്പോൾ കാണാം. ഷോപ്പിൽ പോയാൽ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുള്ളത്, ഏത് ബ്രാൻഡിൻ്റെ വേണമെന്ന് ഈസി നമുക്ക് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കൊടുത്തിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ സേവിങ് ടൈം ആണ്. ദെൻ കൺസ്യൂമർ പേഴ്സണലൈസ് സ്റ്റോറേജ് പ്രിഫർ കൺസ്യൂമർ പ്രിഫറൻസ് അല്ലേ. കൺസ്യൂമറെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ആരെയും ശല്യം ഇല്ലാതെ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്നെടുത്തുന്നത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ദെൻ റെഡ്യൂസ് റെക്കറിങ് കോസ്റ്റ് വയർ ഹയറിങ് വെർച്വൽ സപ്പോർട്ട് റിസോഴ്സസ് അല്ലേ. കോസ്റ്റ് കുറവല്ലേ. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പുറത്ത് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കോസ്റ്റ് ഒരുപാടല്ലേ. ഒരു വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എനർജി എല്ലാം ഒരുപാട് കോസ്റ്റ് വരുന്നതാണ്. അപ്പം അതെന്ത് ചെയ്യും? അത് കുറവായിരിക്കും. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് റെഡി ടു ആക്സസ് ആയിരിക്കും. ഞാൻ എന്താണ് കസ്റ്റമേഴ്സ്
റീടാർഗറ്റിംഗ് ഈസ് ഈസിയർ അല്ലേ. കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ അവരെ വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് പോർട്ടലിൽ